ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ഇന്നൊരു പ്രത്യേകതരം ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുറച്ച് പേര് എന്നോട് ഏതായാലും ചേച്ചിക്ക് ഒരു ചാനലുള്ളതല്ലേ, അപ്പോൾ ഇസ്രായേലിലെ അപ്ഡേഷൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ ജോബ് വേക്കൻസിയുടെ അപ്ഡേഷൻ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. എല്ലാവരും വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഏതൊക്കെ കാറ്റഗറി ജോലിയാണ് എടുക്കുന്നത്, കിട്ടുന്നത്, അതുപോലെ തന്നെ ആ കാറ്റഗറി ജോബിലേക്ക് വരുമ്പോൾ നമുക്ക് എത്രയാണ് കോസ്റ്റ് ആകുന്നത്, ഏതാണ് നല്ല ഏജൻസി, ആരാണ് നല്ല ഏജന്റ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ഇങ്ങനെ എന്നോട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ചേച്ചി ഏജന്റ് ആണോ, ഞങ്ങൾക്കൊരു വിസ ശരിയാക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഒരുപാട് പേര്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഒരിക്കലും ഞാനൊരു ഏജന്റായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നില്ല, എനിക്കതിൽ താല്പര്യമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഏതാണ് നല്ല ഏജൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഏജൻസി എന്നുള്ളത് എടുത്തു പറയാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയാണ്. കാരണം ഒരുപാട് പേര് ഇപ്പൊ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഏജൻസി നല്ലത് എന്ന് പറയാനായിട്ട് അങ്ങനത്തെ ഒരു ഏജൻസി എനിക്ക് അറിയത്തില്ല സത്യത്തില്. കാരണം ഇവിടെ ഇപ്പൊ തന്നെ ഒരുപാട് ഹോസ്പിറ്റലിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട്. ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്ന് തന്നെ നഴ്സസിനെ ഹോസ്പിറ്റലിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്. പക്ഷെ അതിന്റെ എത്രത്തോളം വാസ്തവം ഉണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല. നിലവില് ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാരൊന്നും ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നില്ല. ചിലപ്പോൾ നാളെ അത് ഒരു നിയമം മാറി മറിഞ്ഞേക്കാം. കാരണം അത് ഗവൺമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ നാൾക്ക് നാൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഒന്നൊരു ഉറപ്പായിട്ട് അങ്ങനെ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. പക്ഷെ ഇപ്പൊ നിലവില് നഴ്സുമാരെ ഒന്നും ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ എടുക്കുന്നില്ല. ഇതുപോലെ കെയർ ടേക്കർ ആയിട്ടാണ് എല്ലാവരും വന്നിട്ട് ഇവിടെ ജോലി ചെയ്യുക. അപ്പോ അതിന്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു ഇപ്പോ പലരും പല ഏജന്റുമാരും പല ഏജൻസിയും പല കാശാണ് മേടിക്കുന്നത്. 18 മുതൽ 22 ലക്ഷം വരെ ആകുന്നുണ്ട് നഴ്സിംഗ് കെയർ ടേക്കർ ജോബിന്. അതിന് നേഴ്സുമാരെയാണ് ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. നഴ്സുമാർ വന്നിട്ടാണ് ഇവിടെ കെയർ ടേക്കർ ജോലി ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത് ഒന്നെന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ വിസ ഉണ്ട്. പിന്നെ മൂന്നാമത് എന്റെ പേരെന്തായിരുന്നു, എപ്പോഴും എനിക്ക് തെറ്റിപ്പോകുന്ന ഒരു പേരാണിത്. കൺസ്ട്രക്ഷൻ വർക്കിന് ഒരുപാട് ആൾക്കാർ ഇപ്പൊ വരുന്നുണ്ട്. അഗ്രികൾച്ചറിനെക്കാളും ഇപ്പോൾ നഴ്സിംഗിനെക്കാളും കൺസ്ട്രക്ഷൻ വർക്കിനാണ് ഒരുപാട് ആൾക്കാരെ എടുക്കുന്നതും ആ ഒരു ഫീൽഡിലാണ് ഒരുപാട് പേര് വരുന്നത്. പിന്നെ ചിലരൊക്കെ കുറച്ച് പേരൊക്കെ ഡ്രൈവർമാരായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തില്ല. ഭാവിയിൽ ഞാൻ അറിയുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ആയിട്ട് പങ്കിടാം. അപ്പോൾ ഇപ്പൊ നിലവിൽ ഈ ഒരു 3 കാറ്റഗറിയാണ് എനിക്ക് അറിയാവുന്നത്. അതുപോലെ തന്നെ നഴ്സിംഗിന്റെ കോസ്റ്റ് ഞാൻ പറഞ്ഞു, കെയർ ടേക്കറിന്റെ കോസ്റ്റ് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അഗ്രികൾച്ചറിന്റെയും കെട്ടിടം പണിക്കായിട്ട് വരുന്ന അവരുടെ ആ ഒരു കാശെന്ന് പറയുമ്പോൾ ലക്ഷം 5 മുതൽ 7-8 വരെയൊക്കെ ചിലർ വാങ്ങാറുണ്ട്. ആ ഒരു റേഞ്ചിലാണ് അവരുടെ ആ ഒരു കോസ്റ്റ് വരുന്നത് കേട്ടോ. വിസ പ്രോസസ്സിങ് നാട്ടിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നത് വരേക്കും ഉള്ള ഒരു കോസ്റ്റ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഏജന്റിനെയാണോ കോണ്ടാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെയാണോ നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നത്, അവരുടെ ആ ഒരു ഇതുപോലെ ആയിരിക്കും ഓരോരുത്തരുടെയും പൈസ മേടിക്കുന്നത്. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഏത് ഏജന്റ് ആയാലും ഏത് ഏജൻസി ആയാലും 100% അതിനെക്കുറിച്ച് തിരക്കിയിട്ട് മാത്രം കാശ് കൊണ്ട് കൊടുക്കുക. കാരണം ഒരുപാട് പേര് പറ്റിക്കപ്പെട്ട് കിടപ്പുണ്ട് കേട്ടോ. ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ആളറിയാമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏജൻസി അറിയാമോ, ഞാൻ ഇത്ര ലക്ഷം കൊടുത്തിട്ട് എന്നെ പറ്റിക്കപ്പെട്ടു പോയി, അപ്പോ എന്തെങ്കിലും അറിയുമെങ്കിൽ പറയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ. സോ ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ ഞാനൊരു ഏജന്റ് അല്ല. ഏജൻസി എനിക്ക് പരിചയപ്പെടുത്താൻ അങ്ങനെ ഒരു ഇത് ഞാൻ ഒരിക്കലും പറയത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ അറിയത്തുമില്ല. അപ്പം ഞാൻ അറിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇല്ലാത്തതാണെങ്കിൽ അവർ പേര് പറയുമ്പോൾ തന്നെ പറയും എനിക്ക് അറിയത്തില്ല എന്ന് പറയാറുണ്ട് കേട്ടോ.
അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും ഈ പറഞ്ഞ കണക്ക് നമുക്കൊരു വരുമാനത്തിനും നമ്മളുടെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്കും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ പഠിപ്പും കാര്യങ്ങളും അവരുടെ ഭാവി ജീവിതത്തിനും വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എല്ലാവരും ഒന്ന് പച്ചപിടിച്ച് കാണണം എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഓരോരുത്തരും പല രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അത് കടവും കാവലും മേടിച്ചു കൊടുക്കുന്ന പൈസ, അല്ലെങ്കിൽ വീട് വിറ്റിട്ടോ പറമ്പ് വിറ്റിട്ടോ ഒക്കെ കൊടുക്കുന്ന കാശുകൾ മറ്റുള്ളവർ കൊണ്ട് മുങ്ങാതെ അത് സേഫായിട്ടുള്ള കരങ്ങളിൽ നിങ്ങൾ കൊടുത്തിട്ട് അതുവഴിയായിട്ട് നിങ്ങൾ വരാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും അത് സാധിച്ചു കിട്ടും. പിന്നെ ഇപ്പോൾ വാറായതുകൊണ്ട് വാറ് കുറച്ചിങ്ങനെ സ്റ്റോപ്പാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ ഒരുപാട് പേര് കെട്ടിടം പഠിക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. അഗ്രികൾച്ചറിനും ഇപ്പോൾ നഴ്സിംഗിനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വരുന്നത് കെട്ടിടം പണിക്കായിട്ടുള്ള ആൾക്കാരാണ്. അതും ഒരുപാട് വരുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്. ഒരുപാട് മലയാളീസ് അല്ലെങ്കിൽ തമിഴ് ആൾക്കാരൊക്കെ